വളരെ ആരോഗ്യകരമായ ജനാധിപത്യ സംവാദങ്ങൾ, വികസനത്തെക്കുറിച്ചുള്ള ചർച്ചകൾ, സർക്കാരിന്റെ നയപരിപാടികളും മറ്റും പരിശോധിക്കപ്പെടേണ്ട വേദി, ഇതൊക്കെയാണ് സത്യത്തിൽ തെരഞ്ഞെടുപ്പ്. എന്നാൽ ആദ്യം മുതൽ തന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളെ വഴിതെറ്റിക്കാൻ, അതിൽ വർഗീയ വിഷം കലർത്താനൊക്കെയുള്ള ആസൂത്രിതമായ നീക്കമാണ് ചില കോണുകളിൽ നിന്നുണ്ടാകുന്നത്. അതിന്റെ ഒരു കാരണം അവര് ആരോഗ്യകരമായ ഒരു ജനാധിപത്യ പോരാട്ടത്തിൽ അശക്തരായി എന്നുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം ശൂന്യതയിൽ നിന്നുണ്ടാക്കിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്ന വെറും ബഹളമാണ്. എന്നിട്ട് അതിൽ നമ്മളെ കൊണ്ട് പ്രതികരിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. പാർട്ടി അതിൻ്റെ നിലപാടുകൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അത് പാർട്ടി വളരെ കൃത്യമായിട്ട് UDFും പാർട്ടിയും അതിൻ്റെ നിലപാടുകൾ അറിയിച്ചിട്ടുണ്ട്. പിന്നെ ഇതിപ്പോൾ ഒരു സ്ഥാനാർത്ഥി മാത്രം പറയേണ്ട കാര്യമില്ലല്ലോ. ഇത് കാര്യം കേരളത്തെ, രാജ്യത്തെ ആകമാനം ബാധിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് അല്ലെങ്കിൽ ഒരു നിലമ്പൂരിനെ ബാധിക്കുന്ന മാത്രം പ്രശ്നമല്ല. വളരെ കൃത്യമായിട്ട് എൻ്റെ പാർട്ടിയും UDFും ഒക്കെ ആ കാര്യത്തിൽ പ്രതികരിച്ചു. പിണറായി വിജയൻ മുഖ്യമന്ത്രി പറഞ്ഞത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ കാര്യമൊന്നുമല്ലല്ലോ, ഇപ്പം സംസാരിച്ച കാര്യം തന്നെയല്ലേ. അപ്പം ഈ തെരഞ്ഞെടുപ്പിൽ വർത്തമാനകാലം കൃത്യമായിട്ട് ചർച്ച ചെയ്യപ്പെടും. 9 വർഷത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതം ചർച്ച ചെയ്യപ്പെടും. ഇന്നും ഇന്നലെയുമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടും. സ്വാഭാവികമല്ലേ. അവധി ഇല്ലാതാക്കിയത് കൊണ്ട് ഗവൺമെന്റ് എന്ത് ഗുണമുള്ളത്? ഗവൺമെന്റ് മറ്റൊരു അവധി കൊടുക്കുന്നില്ലല്ലോ. ശനിയും ഞായറും നേരത്തെ അവധിയാണ്. അത് സർക്കാരിന്റെ ഔദാര്യമല്ലല്ലോ. ഒരു ദിവസം മാത്രമാണ് ഈദുൽ ഫിത്തറിന് അവധി അനുവദിച്ചത്, ഈദുൽ അദ്ഹയ്ക്ക് അവധി അനുവദിച്ചത്. അതിനെ കുറിച്ചൊന്നും ഞങ്ങൾ ഇപ്പൊ പറയുന്നില്ല. പക്ഷെ ആ ഒരു ദിവസം അനുവദിച്ചത് തന്നെ റദ്ദാക്കുകയാണ്. ഇന്ന് വെള്ളിയാഴ്ച മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട അറഫ നോമ്പാണ്. അതോടൊപ്പം പെരുന്നാളിന്റെ തലേ ദിവസം എന്നുള്ളവർക്ക് വളരെയേറെ പ്രധാനവും പ്രസക്തിയും ഒക്കെ ഉള്ള ദിവസമാണ്. പോരാത്തതിന് നേരത്തെ മാസങ്ങൾക്ക് മുമ്പ് തന്നെ യാത്രയും വെച്ചിട്ടുണ്ടാവും. പക്ഷേ ഇതിൻ്റെ ഡേറ്റുകൾ മാറും സാധാരണ. ഇത് ഇസ്ലാമിക കലണ്ടർ അനുസരിച്ചുള്ളൊരു സംഗതിയാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ മാനത്ത് ചന്ദ്രനെ കാണുമ്പോഴാണ് ഈ മറ്റേ റംസാൻ്റെ ഡേറ്റ് വരിക. അതതിൻ്റെ മതപണ്ഡിതന്മാർ പ്രഖ്യാപിക്കുമ്പോഴാണ് റംസാനായിട്ട് അംഗീകരിക്കപ്പെട്ട് ആഘോഷിക്കപ്പെടുക. അതിനെ കണക്കാക്കിയിട്ട് പിന്നീടാണ് അതിൻ്റെ തുടർച്ചയിലാണ് ബക്രീദ് വരിക. ഇപ്പോൾ ബക്രീദ് ഇപ്പോൾ പല സ്ഥലത്ത് പല ദിവസങ്ങളായിരിക്കും. ഇന്നാണ് വിദേശത്ത് നമ്മൾ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഇന്ന് ബക്രീദാണ്. അപ്പോൾ ഇനി നമ്മളത് വരുന്നു. ചില സ്ഥലങ്ങളിൽ ചിലപ്പോൾ ഒരു ദിവസം കഴിഞ്ഞിട്ട് പോകും. അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ ഇതിലൊന്നും നമ്മൾ അതാത് പ്രദേശത്തെ ദിവസം നോക്കി അത് ആഘോഷിക്കുക. ആ നിലയിലാണ് കേരളത്തിലെ 7-ാം തീയതിയാണ്. 7-ാം തീയതി അവധിയാക്കുകയാണ്. അപ്പോൾ 6 പ്രഖ്യാപിച്ചത് 7 അത്രേ ഉള്ളൂ. അപ്പോൾ അവധിയായിട്ട് അവിടെ നിൽക്കുന്നുണ്ട്, വേറെ പ്രശ്നമില്ല. അതേസമയം വിദ്യാലയങ്ങളെ സംബന്ധിച്ചിടത്തോളം കുട്ടികളാണ്, അവർക്കും കൂടി നേരത്തെ ഉണ്ടാക്കിയ കലണ്ടറാണ്. ആ കലണ്ടറിൽ വ്യത്യാസപ്പെടുത്തി അവർക്ക് കൂടി അവധി കൊടുക്കുക. ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം തുറന്ന സമീപനമാണ്. ഗവൺമെൻറ് കുട്ടികൾക്കും വിദ്യാലയങ്ങൾക്കും അവധി കൊടുത്തു. അപ്പോൾ ഇതിൽ എന്തെങ്കിലും തരത്തിലുള്ള തർക്കത്തിൻ്റെയോ വിമർശനത്തിൻ്റെയോ വിശ്വാസത്തിൻ്റെയോ ഒന്നും പ്രശ്നം വരുന്നില്ല. ആർക്കും വിഷമമില്ലാത്തൊരു തീരുമാനമാണ് ഇപ്പോൾ സർക്കാർ എടുത്തിട്ടുള്ളത്. നമ്മളെല്ലാവരും വളരെ സാഹ്ലാദം ഈ ബക്രീദ് ആഘോഷിക്കുക. ഞങ്ങളാണ് ചില ബക്രീദ് ആശംസകൾ എല്ലാവർക്കും നേർന്നിരിക്കുക. കാർഡും കൊടുത്തിട്ടുണ്ട്. പ്രതിപക്ഷം പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ സാധാരണ വലിയ പെരുന്നാൾ 10 ദിവസം മുൻപാണ് ഡേറ്റ് വരുന്നത്. മാത്രമല്ല നിങ്ങളുടെ ഘടകകക്ഷിയായ INL വരെ ഈ ദിവസം അവധി കൊടുക്കണമെന്ന് നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അല്ല, പ്രതിപക്ഷം അങ്ങനെയൊക്കെ പറയണ്ടേ? അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ പ്രതിപക്ഷം അങ്ങനെ എൻ്റെ അറിവിലില്ല. ചിലപ്പോൾ ആവശ്യപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും എൻ്റെ അറിവിലൂടെ തന്നെ ആവണമെന്നില്ലല്ലോ. നമ്മളിപ്പോൾ പ്രതിപക്ഷം പറയുന്നതിന് എപ്പോഴും എന്തായിരിക്കും, ഒരു പ്രതിപക്ഷം ആവണമല്ലോ. അപ്പോൾ പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് പറയുന്നതിനെതിരായി പറയുന്ന പക്ഷം എന്നാണ് അതിൻ്റെ മലയാളം. പെരുന്നാൾ അവധി വിവാദം തെരഞ്ഞെടുപ്പ് വിഷയമാകുന്ന സാഹചര്യം. നിലമ്പൂരിൽ നിന്ന് CV അനുമോദ് ചേരുന്നു. അനുമോദ്, പല വിഷയങ്ങൾ കടന്നു പോകുമ്പോൾ ജനകീയ വിഷയങ്ങളും ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങളും എല്ലാം കടന്ന് ഇനിയൊരു 3 ദിവസത്തേക്ക് നിറഞ്ഞു നിൽക്കാൻ പോകുന്നത് പെരുന്നാൾ അവധിയുമായി ബന്ധപ്പെട്ടുള്ള ഈ വിവാദമാണ് എന്നുള്ള സൂചനകൾ ഇപ്പോൾ ഈ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്ന വിജയരാമന്റെ വാക്കുകൾ പോലുമുണ്ട്. ഏത് തരത്തിലാണ് UDF അത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്? UDF ഈ വിഷയം ശക്തമായിട്ട് തന്നെ ഉന്നയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇന്നലെ ഈ അവധി പ്രഖ്യാപനം വന്നത് മുതൽ UDFിന്റെ ഭാഗത്തുനിന്നുള്ള പ്രതികരണം നമ്മൾ കണ്ടതാണ്. ഇത്
ഇന്നലെ രാത്രി സർക്കാരിന്റെ ഭാഗത്തു നിന്ന് തിരുത്തൽ വന്നതോടെ ഇത് UDFിന് സമ്മർദ്ദ ഫലമാണെന്ന അവകാശത്തോടെ UDF വീണ്ടും ഈ വിഷയം ഉന്നയിക്കുകയാണ്. PMS എല്ലാം ഒരു പടി കൂടി കടന്ന് ഇത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് മാത്രമാണ് ഈ ഒരു അവധി പ്രഖ്യാപിച്ചത്. അതല്ലാതെ ന്യൂനപക്ഷങ്ങളോടുള്ള അല്ലെങ്കിൽ ഈ വിഭാഗക്കാരോടുള്ള ഒരു താല്പര്യം കൊണ്ടല്ല. ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്ന അല്ലെങ്കിൽ അവരെ ഉപദ്രവിക്കുന്ന ഒരു സമീപനമാണ് സർക്കാരിനുള്ളത്. ഈ അവധി പ്രഖ്യാപിച്ചത് തന്നെ നിലവിൽ നിലമ്പൂരിൽ ഇത് പ്രതിഫലിക്കുമെന്നതുകൊണ്ടാണ് എന്ന് PMS എല്ലാം പറഞ്ഞു വയ്ക്കുമ്പോൾ, മറുവശത്ത് LDF ഇതിനെ വലിയ തോതിൽ വിഷയമാക്കാതെ അവഗണിക്കുന്ന തരത്തിലാണ് പ്രതികരിച്ചിരിക്കുന്നത്. ഇപ്പോൾ തന്നെ വിജയരാഘവൻ്റെ വാക്കുകൾ കേട്ടാൽ ഇത് സാധാരണ കാര്യമാണ്. പ്രതിപക്ഷം എല്ലാത്തിനെയും വിമർശിക്കും, അത് അവരുടെ ജോലിയാണ്. പ്രതിപക്ഷം എന്ന് പറയുമ്പോൾ തന്നെ സർക്കാരിനെതിരെ നിൽക്കുന്നവരെന്നാണ്. മറ്റൊന്നും ഇതിൽ വിവാദങ്ങളില്ല എന്ന് പറഞ്ഞ് കൂടുതൽ ഈ വിഷയത്തിൽ പ്രതികരിക്കാതെ അത് പ്രതിരോധം തീർത്ത് ഇതിനെ കൈകാര്യം ചെയ്യുകയാണ് LDFിൻ്റെ ഭാഗത്തുള്ള നടപടി. കാരണം ഇത് കൂടുതൽ പ്രതികരണത്തിലേക്ക് പോകുമ്പോൾ ഒരുപക്ഷെ ഇത് ഏതെല്ലാം തരത്തിൽ ചർച്ചകൾ വഴിമാറുമെന്ന് നിലമ്പൂരിലെ ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ സാഹചര്യത്തിൽ പ്രവചിക്കാൻ കഴിയുകയില്ല. അത് മുന്നിൽ കണ്ടു തന്നെയാണ് LDFിൻ്റെ ഭാഗത്തുനിന്ന് ഒരല്പം പ്രതിരോധത്തിലൂന്നിയുള്ള നടപടി അല്ലെങ്കിൽ സമീപനം ഉണ്ടായിരിക്കുന്നത്. മറുവശത്ത് UDF ഇത് കൃത്യമായിട്ട് ഒരു ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള സർക്കാരിൻ്റെ ആ പ്രവർത്തനങ്ങളുടെ മലപ്പുറം വിവാദത്തിൽ തുടങ്ങി ഈ അവധിയിലേക്ക് UDFിൻ്റെ പ്രചരണം എത്തും എന്ന തരത്തിലാണ് നമുക്ക് വിലയിരുത്തേണ്ടത്. സർക്കാരിനെതിരെ എല്ലാ ആയുധങ്ങളും ഉപയോഗിക്കുക എന്ന സമീപനമാണ് UDFിൻ്റെ ഭാഗത്തുനിന്നുള്ളത്. ഇപ്പോൾ മലപ്പുറത്തിനെതിരെ മാസങ്ങൾക്ക് മുൻപ് മുഖ്യമന്ത്രി നൽകിയ ആ ഒരു പരാമർശം, മലപ്പുറത്തിനെതിരെ എന്ന് UDF പറയുന്ന ആ പരാമർശം അത് ഇപ്പോഴും വലിയ ചർച്ചയാക്കുകയും അതിൻ്റെ തുടർച്ചയായിട്ട് ഈ അവധി വിവാദം കൂടി അതിൽ പ്രചരണത്തിന് കൊണ്ടുവരികയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് UDF പ്രതീക്ഷിക്കുന്നത് ഇത് ജനങ്ങളുടെ ഇടയിൽ ഒരു പ്രതിഫലനം ഉണ്ടാക്കുമെന്ന് തന്നെയാണ്. സർക്കാർ അനുമോദ് ഈ തരത്തിൽ പാലക്കാടും ഈ തരത്തിൽ കണ്ടതാണ്. ഒരു ഘട്ടത്തിൽ ജനകീയ വിഷയങ്ങൾ കഴിയുക, രാഷ്ട്രീയ വിഷയങ്ങൾ മാറുക, പിന്നീട് ഈ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഈ മതപരമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകുക. സ്വാഭാവികമായിട്ടും കഴിഞ്ഞ കുറേ കാലഘട്ടങ്ങളെ വെക്കുമ്പോൾ ഒരുപക്ഷെ കേരളത്തിലെ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പുകളോ പശ്ചാത്തലങ്ങളോ ഒന്നും കടന്നു പോകാത്ത ചില തലങ്ങളിലേക്കൊക്കെ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളും കടക്കുന്നു, തെരഞ്ഞെടുപ്പുകൾ കടക്കുന്നു എന്നുള്ള ഒട്ടും ശുഭകരമല്ലാത്ത ഒരു സാഹചര്യം കൂടിയാണ്. അതിനെ ആ തരത്തിൽ പ്രതിരോധിക്കുക എങ്ങനെയാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് LDF ക്യാമ്പിന് ഒരു ആശയക്കുഴപ്പമുണ്ടോ? വലിയ വിവാദങ്ങൾ നടത്തേണ്ട, അനുമോദ് പറഞ്ഞ പോലെ അതൊരു മൈൽഡായിട്ട് വിട്ടാൽ മതി എന്നാണോ കണക്കാക്കുന്നത്? ഇതിൽ മൂന്നാമത്തെ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ BJP ഈ വിഷയത്തിനകത്ത് എന്തെങ്കിലും പ്രതികരണമൊക്കെ നടത്തുന്നുണ്ടോ? BJPയുടെ പ്രതികരണം അല്പസമയത്തിനകം ഉണ്ടാകുമെന്നാണ് അറിയുന്നത്. 11 മണിയോടെ ഷോൺ ജോർജ് ആയിരിക്കും മാധ്യമങ്ങളെ കാണുക. അവർ വാർത്താസമ്മേളനം വിളിച്ചിട്ടുണ്ട്. മാത്രമല്ല PV അൻവറും ഇക്കാര്യത്തിൽ പ്രതികരിക്കാനുള്ള സാധ്യതയുണ്ട്. അദ്ദേഹവും വാർത്താസമ്മേളനം വിളിച്ചിട്ടുണ്ട്. ഇവിടെ ഇടതുപക്ഷത്തെ സംബന്ധിച്ച്, സർക്കാരിനെ സംബന്ധിച്ച് ഇത് പ്രതിരോധിക്കേണ്ടത് ഒരു മയപ്പെട്ട രീതിയിൽ പ്രതിരോധിക്കേണ്ടത് ആണ് ഇവിടെ ആ തരത്തിൽ മുന്നോട്ട് പോകുന്നതിനെ തടയിടാനുള്ള ഏക വഴി. കാരണം ഇതിൽ UDFിനെ പ്രകോപിപ്പിച്ചുകൊണ്ടുള്ള രീതിയിലുള്ള സമീപനമാണെങ്കിൽ ആ വിഷയം കുറെ കൂടി ആളിക്കത്തും. മാത്രമല്ല മലപ്പുറം മുഖ്യമന്ത്രിയുടെ മലപ്പുറം ചർച്ച, അതിൻ്റെ പിന്നാലെ ഈ അവധി, ഇങ്ങനെ രണ്ട് വിഷയങ്ങൾ ഒരേ സമയം വരുമ്പോൾ സർക്കാർ ന്യൂനപക്ഷ വിരുദ്ധമായ സമീപനങ്ങൾ തുടർച്ചയായി സ്വീകരിക്കുന്നുവെന്നും മലപ്പുറം വിരുദ്ധമായ സമീപനങ്ങൾ സ്വീകരിക്കുന്നുവെന്നും UDF അത് വലിയ തോതിൽ പ്രചരണായുധമാക്കുമ്പോൾ തെരഞ്ഞെടുപ്പിൽ അത് പ്രതിരോധിക്കുക എന്നുള്ളത് LDFിനെ സംബന്ധിച്ച് അല്പം തലവേദന ഉണ്ടാക്കുന്ന സാഹചര്യം തീർക്കും. അപ്പോൾ അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ വിവാദങ്ങളിലേക്ക് കടക്കാതെ വികസന രാഷ്ട്രീയത്തിൽ ഊന്നി സർക്കാർ ജനങ്ങൾക്ക് നൽകുന്ന ജനസേവന പദ്ധതികൾ, ജനക്ഷേമ പദ്ധതികൾ ഇതിൽ ഊന്നിക്കൊണ്ട് പ്രചരണത്തിൽ സജീവമാവുകയാണ് ഇടതുപക്ഷം ഉദ്ദേശിക്കുന്നത്. കാരണം വിവാദങ്ങളിലേക്ക് എത്രമാത്രം കടക്കും തോറും UDFിന് സർക്കാരിനെതിരെ കടന്നാക്രമണം നടത്താനുള്ള സാധ്യതകളും സാഹചര്യങ്ങളും കൂടുതലായിട്ട് ലഭിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ വികസനത്തിൽ ഊന്നിക്കൊണ്ടുള്ള പ്രചരണം, അതിൽ മാത്രം കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനം ആണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക. വിവാദങ്ങളിൽ മയപ്പെട്ട പ്രതികരണം, മറ്റ് പ്രചരണങ്ങളൊക്കെ വികസനങ്ങളിൽ ഊന്നിക്കൊണ്ട് അത്തരത്തിൽ ഒരു രീതിയിലാണ് ഇടതുപക്ഷത്തിൻ്റെ ഈ തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജിയെ കാണുന്നത്. BJP NDA ഇതിൽ എന്ത് പറയും എന്നുള്ളത് പ്രധാനപ്പെട്ട ഒന്നാണ്. അതുകൊണ്ട് തന്നെ 11 മണിയോടെ NDAയുടെ ഭാഗത്തുനിന്ന് പ്രതികരണം കൂടി ലഭിക്കുമ്പോൾ ഈ അവധി വിവാദം തെരഞ്ഞെടുപ്പിനെ നിലമ്പൂരിൽ എങ്ങനെയെല്ലാം സ്വാധീനിക്കുമെന്ന് നമുക്ക് അല്പം കൂടി വ്യക്തമായ ഒരു ചിത്രം ലഭിക്കും. അപർണ. റൈറ്റ്. CV അനുമോദ് വിവരങ്ങൾ നൽകുന്നു. ഇപ്പോൾ നിലമ്പൂരിലെ പ്രചാരണം ഏത് തരത്തിൽ പോകുന്നു എന്നുള്ളത്. അതേസമയം ഈ അവധി